അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. എടാ, നമ്മളെ ഈ ഒരു വീഡിയോ ആൾ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് ഇൻ ബയോളജിയിലെ എല്ലാ ചിത്രങ്ങളുടെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഒരു പേഴ്സണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ നിങ്ങളുടേതായുള്ള ഒരു പേഴ്സണൽ സ്പേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെല്ലാം ആയിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിടാം. ഓക്കെ, എന്തിനാന്ന് ചോദിച്ചാൽ പരീക്ഷൻ്റെ തലേ ദിവസം വെറുതെ ചുമ്മാ ഒരു 1.5 2x ഇട്ടിട്ട് ഒന്ന് ഓടിച്ചിട്ട് കണ്ടു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻ ചിത്രം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ 3 4 വരാം, ഇനി അറ്റ്ലീസ്റ്റ് 3 എന്തായാലും വരും. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ നിന്ന് വരും ചോദിച്ചാൽ ഏത് ചാപ്റ്ററിൽ നിന്നും വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബയോളജിയിലെ മുഴുവൻ ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം. പിന്നെ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആളുകളിലേക്കോ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇത് എല്ലാവർക്കും ഉപകരിക്കപ്പെടട്ടെ. കാരണം എന്തായാലും ഇതിനൊരു ക്വസ്റ്റ്യൻ വരും, അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കപ്പെടട്ടെ. നമ്മൾ മാത്രം ജയിച്ചാൽ പോരല്ലോ, എല്ലാവരും ജയിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. കേരളം പഠിക്കട്ടെ, ഇന്ത്യ പഠിക്കട്ടെ, ലോകം പഠിക്കട്ടെ, ബയോളജി പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ജനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവൻ്റെ ജനിതകം. ഇതിൽ ആദ്യം ചാൻസുള്ള ഒരു പിക്ചർ ഇട്ട് നമ്മൾ ചാൻസുള്ള എല്ലാ പിക്ചറുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് തുടങ്ങുകയാണ്. ഒന്നാമത്തെ പിക്ചർ ഈ ഒരു പിക്ചറാണ്. ഇത് ഫോട്ടോ 51 DNA കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചുള്ള ഒരു പിക്ചറാണ്, ഫോട്ടോ 51. ഇനി രണ്ടാമത് ഈ ഒരു പിക്ചർ, ഇതാണ് ന്യൂക്ലിയോടൈഡിൻ്റെ പിക്ചറാണ്, സ്ട്രക്ചറാണ് ഇത്. ഈ ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചറിൽ ഈ വട്ടമാണ് ഫോസ്ഫേറ്റ്, ഈ വീടാണെന്ത് ഷുഗർ, പിന്നെ ഈ പെട്ടിയാണെന്ത് നൈട്രജൻ ബേസ്. അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ അടുത്ത പിക്ചർ വരുന്നത് ഇതാ DNA പിക്ചറാണ്. ഈ DNA പിക്ചറിൽ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ചെറിയ ചെറിയ ഉണ്ടകളുണ്ട്. ഈ ഉണ്ടകളെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. എന്ത് പ്രോട്ടീൻ? ഹിസ്റ്റോൺ പ്രോട്ടീൻ. ആ ഹിസ്റ്റോൺ പ്രോട്ടീൻ 8 എണ്ണം കൂടി ചേർന്നാൽ അതിനെ വിളിക്കുന്ന പേര് ഹിസ്റ്റോൺ ഒക്ടാമർ. ഒക്ടേ 8 നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീൻ 8 എണ്ണം കൂടി ചേർന്നാൽ അതിനെ വിളിക്കുന്ന പേര് ഹിസ്റ്റോൺ ഒക്ടാമർ. ഇനി ആ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഒരു DNA സ്ട്രാൻഡ് കൊണ്ട് ഇങ്ങനെ സ്ട്രൈപ്പ് ചെയ്താൽ, DNA സ്ട്രാൻഡ് കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോസോം. എന്താണ് പേര്? ന്യൂക്ലിയോസോം. അപ്പോൾ ന്യൂക്ലിയോസോം, ഹിസ്റ്റോൺ ഒക്ടാമർ, ഹിസ്റ്റോൺ പ്രോട്ടീൻ, 3 ആളെയും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇത് ഒരു ക്രോമസോമിൻ്റെ പിക്ചറാണ്. ഈ ക്രോമസോമിൻ്റെ പിക്ചർ, ഇതിൻ്റെ നടുവിലൊരു ഉണ്ടയുണ്ട്. ആ ഉണ്ടയെ വിളിക്കുന്ന പേരെന്താണ്? സെൻട്രോമിയർ. സെൻട്രലിലുള്ള ഉണ്ടയായതുകൊണ്ട് സെൻട്രോമിയർ, അങ്ങനെ ഓർത്ത് വെക്കുക. സെൻട്രലിലെ ഉണ്ട സെൻട്രോമിയർ. പിന്നെ ഇതാ ഈ ഇതളുകളെ വിളിക്കുന്ന പേരാണെന്ത്? ക്രോമാറ്റിഡ്. എന്താണ് പേര്? ക്രോമാറ്റിഡ് അല്ലെങ്കിൽ ക്രോമാറ്റിഡ്. ഓക്കെ, ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ക്രോമസോം. എന്താണ് പേര്? ക്രോമസോം. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചു. അപ്പോൾ ഇത് മൊത്തത്തിൽ വിളിക്കുന്ന പേര് ക്രോമസോം. ഇനി ആ ക്രോമസോമിൽ നോക്കൂ സുഹൃത്തുക്കളെ, ഇങ്ങനെ കുറേ സ്ട്രാൻഡ് ഉണ്ട്, ഡബിൾ സ്ട്രാൻഡ് ഉണ്ട്. അതാണെന്ത്? DNA. ഇനി ആ DNA ഡബിൾ സ്ട്രാൻഡിൽ ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ സെപ്പറേറ്റ് എടുത്തു. ഇപ്പോൾ ഇത് മൊത്തം DNA ആണല്ലോ. ആ DNA ഒരു പാർട്ട് ഇതാ, ഈ ഒരു പാർട്ട് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തു. അപ്പോൾ അതിന് നമ്മൾക്ക് എന്ത് വിളിക്കാം? ജീൻ എന്ന് വിളിക്കാം. എന്നാൽ ഈ പാർട്ടിനെ സെപ്പറേറ്റ് എടുത്താലോ അതും ജീൻ തന്നെയാണ്. എന്നാൽ ഈ പാർട്ടിനെ സെപ്പറേറ്റ് എടുത്താലോ അതും ജീനാണ്. ഇനി താഴോട്ട് വേറെ പാർട്ട് ഉണ്ടാവും, അതും ജീനാണ്. ഇനി അതിൻ്റെ താഴോട്ട് വേറെ പാർട്ട് ഉണ്ടാവും, അതും എന്താണ്? ജീനാണ്. എന്ന് വെച്ചാൽ DNA പാർട്ടാണ് ആര്? ജീന്. ഓക്കെ, അപ്പോൾ DNA പാർട്ട് ഇങ്ങനെ സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ട് A എന്ന് മാർക്ക് ചെയ്താൽ ആ A എന്തായിരിക്കും? ജീനായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി അടുത്തത് ഈ ഒരു പിക്ചർ മൊത്തത്തിൽ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എന്ത് വിശേഷിപ്പിക്കാം? പ്രോട്ടീൻ സിന്തസിസ് അഥവാ പ്രോട്ടീൻ നിർമ്മാണം എന്ന് വിശേഷിപ്പിക്കാം. പക്ഷെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കുന്ന 3 RNAകളുണ്ട്. ആ 3 RNAകളെ മെൻഷൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ RNA ഈ സിംഗിൾ സ്ട്രാൻഡേർഡ് RNA ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ RNA സിംഗിൾ സ്ട്രാൻഡേർഡ് ആട്ടോ. ഓക്കെ, ഈ സിംഗിൾ സ്ട്രാൻഡേർഡ് ഉള്ള ഈ RNA വിളിക്കുന്ന പേരാണെന്ത്? mRNA. എന്താണ് പേര്? mRNA. നല്ല പേര്. ഓക്കെ, mRNA. എന്നാൽ നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ടി ഷേപ്പിൽ കാണപ്പെടുന്ന ഈ RNA വിളിക്കുന്ന പേരാണെന്ത്? tRNA. എന്താണ് പേര്? tRNA. എന്നാൽ ഈ mRNA ചുറ്റോറും ഒരു ഉണ്ടയുണ്ട്, അല്ലെങ്കിൽ ഒരു റൈബോസോം ഉണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് rRNA അഥവാ റൈബോസോമൽ RNA. അപ്പോൾ 3 ടൈപ്പ് RNA ആണുള്ളത്. ഒന്ന് സാധാ സിമ്പിൾ ആയിട്ടുള്ള RNA, അതാണ് mRNA. 2 ഒരു ടി ഷേപ്പിലുള്ള RNA, അതാണ് tRNA. 3 റൈബോസോമൽ RNA. ഓക്കെ, അപ്പോൾ അത് 3ഉം കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, ചാൻസ് ഉണ്ട് ചോദിക്കാൻ. പിന്നെ അടുത്തത് ഈ ക്രോമസോമുകൾ പരസ്പരം ക്രോസ് ചെയ്യുന്നൊരു സംഭവമാണിത്. ഇവിടെ ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് ഇതൊരു ക്രോമസോം, ഇത് വേറൊരു ക്രോമസോം. ഇവർ തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്യുന്ന, പരസ്പരം ജോഡി ചേരുന്ന, പരസ്പരം ബന്ധപ്പെടുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ
ഒരു കയാസ്മ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് ഈ ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുമ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണിത് കയാസ്മ. അതിൻ്റെ മലയാളം എന്തെന്നെയാണ്? കയാസ്മയാണ്, കയാസ്മ. ഓക്കെ, അപ്പോൾ ആ ഭാഗം ചോദിക്കാം. ഇപ്പം ഇത് ഒരു ക്രോമസോമാണ്, ഇത് വേറൊരു ക്രോമസോമാണ്. ഇവർ പരസ്പരം ഇങ്ങനെ ജോഡി ചേരുമ്പോൾ ഇവിടെയാണ് ഇവർ പരസ്പരം കൂട്ടിമുട്ടുന്നത് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നത്, ജോയിൻ ചെയ്യുന്നത്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? കയാസ്മ. ഓക്കെ, സെറ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ ലാസ്റ്റ് ഇനി ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള അവസാനത്തെ പിക്ചർ, ഈ ഒരു പിക്ചർ തരും. എന്നിട്ട് ഈ പിക്ചർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കും. നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ തൈമിനാണെങ്കിൽ ഇവിടെ അഡിനിൻ, ഇവിടെ സൈറ്റോസിനാണെങ്കിൽ ഗോനിൻ, പിന്നെ അഡിനിൻ ആണെങ്കിൽ തൈമിൻ, ഗോനിൻ ആണെങ്കിൽ സൈറ്റോസിൻ, അങ്ങനെ ആ ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കും. എന്നാൽ ഇവിടെ അഡിനിൻ ആകുമ്പോൾ എന്താ വരേണ്ടത്? തൈമിനാണ് വരേണ്ടത്. പക്ഷേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ചെറിയൊരു മാറ്റം വരികയാണ്. ഈ അഡിനിന് പകരം ഇവിടെ തൈമിന് വന്നില്ല, വേറെ ഏതെങ്കിലും ഗോനിനോ സൈറ്റോസിനോ ഒക്കെ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ എന്തെങ്കിലും മാറ്റം ഇവിടെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, മാറ്റങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മ്യൂട്ടേഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാ, ഈ ഒരു ചിത്രം തന്നാൽ നിങ്ങൾ അത് എന്ത് വിചാരിച്ചാൽ മതി? അത് മ്യൂട്ടേഷൻ്റെ പിക്ചറാണെന്ന് ചിന്തിച്ചാൽ മതി. അല്ല വേറെ കൂടുതലൊന്നും കാട് കയറി ചിന്തിക്കേണ്ട. ഇങ്ങനെ ഒരു പിക്ചർ കണ്ടാൽ മ്യൂട്ടേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ അതും കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ, പാർട്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിൻ്റെ വഴികൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്കൊരു ജിറാഫിൻ്റെ പിക്ചർ തരും. ജിറാഫിൻ്റെ പിക്ചർ തന്നിട്ട് എന്താണ്, അത് ഏത് എവല്യൂഷൻ തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, അത് ലാമാർക്കിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ലാമാർക്കിസം മെൻഷൻ ചെയ്യാനാണ് ഈ ജിറാഫിനെ ഉദാഹരണമായിട്ട് പറയുന്നതെങ്കിലും പിന്നീട് 2-3-4 പേജ് മറിച്ച് കഴിഞ്ഞാൽ അവിടെ ഡാർവിനിസത്തിനെ മെൻഷൻ ചെയ്തിട്ടും എന്തിനെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്? ജിറാഫിന് ഉദാഹരണമായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തു എന്ന് വെച്ചാൽ, ലാമാർക്ക് പറഞ്ഞത് ആദ്യം ജിറാഫിൻ്റെ കഴുത്തിന് നീളം കുറവായിരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ അവരിങ്ങനെ റിസ്ക് എടുത്ത് ഇങ്ങനെ കഴുത്തിൻ്റെ നീളം കൂട്ടാൻ ശ്രമിച്ചു, അങ്ങനെ കൂടിയതാണെന്നാണ് പറയുന്നത്. ഇവിടെ ഈ പിക്ചർ നോക്കൂ, ആദ്യം ചെറിയ കഴുത്തുള്ള ആൾക്കാരാ, പിന്നെ നീളം കൂട്ടി 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 അങ്ങനെ ഫൈനലി നല്ല നീളം വെച്ചു. ഇതാണ് സെറ്റപ്പ്. ഇങ്ങനെയുള്ള പിക്ചർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലാമാർക്കിസം. അല്ലെങ്കിൽ ആ പിക്ചർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ലാമാർക്കിസത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. വേറൊരു പിക്ചറും കൂടി തരാം, രണ്ടും ഒരേപോലെയുള്ള ജിറാഫ്, അതിൽ ഒരാൾക്ക് മാത്രമേ കഴിവുണ്ടാവുള്ളൂ, മറ്റേ ആൾക്ക് കഴിവുണ്ടാവില്ല. അപ്പോൾ അതെന്തുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും? ഡാർവിനിസവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. ഓക്കെ, ഇനി ഇതെന്താ സാധനം? ഇതെന്തോ ഒരു സാധനമാണ്. ഇത് ബേർഡ്സിൻ്റെയും റെപ്റ്റൈൽസിൻ്റെയും ഒരു കണക്ഷൻ ലിങ്കാണ്. അതാണ് ആർക്കിയോപ്റ്റെറിക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ ഇതെന്താ മനസ്സിലാക്കണം? ആർക്കിയോപ്റ്റെറിക്സ് ആണ് മനസ്സിലാക്കണം. അപ്പോൾ അത് കിട്ടി. പിന്നെ ഈ എവല്യൂഷൻ ട്രീയിൽ നമ്മുടെ ഹ്യൂമൻസ്, ചിമ്പാൻസി, ഗൊറില്ല, ഉറാങ്ങുട്ടാൻ, ഗിബ്ബൺ, ആ ഒരു ടീമിൻ്റെ ഒരു എവല്യൂഷൻ ട്രീ, ഇതും മേ ബി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആന്ത്രോപോയിഡി ഉണ്ടല്ലോ, ഈ ആന്ത്രോപോയിഡിയക്ക് 2 സ്പ്ലിറ്റ് ഉണ്ട്, സെർക്കോപിത്തിക്കോയിഡയും ഹൊമിനോയിഡിയയും. അത് ചിലപ്പോൾ ഇവിടെ സെർക്കോപിത്തിക്കോയിഡി എന്ന് തരും, പക്ഷെ ഇവിടെ ഹൊമിനോയിഡിൻ്റെ അവിടെ ഗ്യാപ്പ് ഇട്ട് തരും, ഒരു ബ്ലാങ്ക് ആയിരിക്കും, അത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. പിന്നെ ഹൊമിനോയിഡിൻ്റെ അണ്ടറിൽ ഗിബ്ബണും ഉറാങ്ങുട്ടാനും ഗൊറില്ലയും ചിമ്പാൻസും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു ഭാഗം ഗ്യാപ്പ് ഇട്ടുക്കും. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം? ഹ്യൂമൻ എന്ന് എഴുതി കൊടുക്കണം. ഈ ഭാഗമാണ് ഗ്യാപ്പ് ഇട്ടതെങ്കിൽ അവിടെ ചിമ്പാൻസി എന്ന് എഴുതി കൊടുക്കണം. ഇനി ഒരു പക്ഷേ ഈ ഭാഗമാണെങ്കിലോ അപ്പോൾ അവിടെ ഗിബ്ബൺ എന്ന് എഴുതി കൊടുക്കണം. ഇനി സെർക്കോപിത്തിക്കോയിഡിൻ്റെ അണ്ടറിൽ ആകെ മങ്കി മാത്രമേ വരുന്നുള്ളൂ, പക്ഷേ മങ്കിൻ്റെ അവിടെ ഗ്യാപ്പ് ആണെങ്കിൽ അവിടെ മങ്കി എന്ന് എഴുതി കൊടുക്കണം. അതായത് ഈ ഒരു ട്രീ, ഈ ഒരു പരിണാമ വൃക്ഷം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അവിടെ നിന്നും ചോദ്യം വരാം. പിന്നെ അടുത്തത്, ഇവിടെ നമ്മൾ എവല്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നൊരു സാധനത്തെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹീമോഗ്ലോബിനിലെ ബീറ്റാ ചെയിൻ അമിനോ ആസിഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് മനുഷ്യരിലും ചിമ്പാൻസിലും ഒരു വ്യത്യാസമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ആ ഹീമോഗ്ലോബിനിൽ ബീറ്റാ ചെയിനും ഉണ്ട്, ആൽഫ ചെയിനും ഉണ്ട്. പക്ഷേ നമ്മൾ ബീറ്റാ ചെയിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മുകളിലുള്ളത് ബീറ്റാ ചെയിനും താഴെയുള്ളത് ആൽഫ ചെയിനും, ആൽഫ ശൃംഖലയും ബീറ്റാ ശൃംഖലയും. അത് ജസ്റ്റ് സൈഡിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു പിക്ചർ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു കഷ്ടകാലത്തിന് ഈ സാധനം ചോദിച്ചാലോ, അപ്പോൾ നമ്മളിത് കണ്ടിട്ടില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഇതും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. ഈ മുകളിലുള്ളത് ബീറ്റ, താഴെയുള്ളത് ആൽഫ. ഓക്കെ, പിന്നെ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നല്ല, നമ്മുടെ SSLCക്ക് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു പിക്ചറാണ്, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. ഇതുപോലെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറും വരാണ്ട്, രണ്ടും പഠിച്ചു വെക്കണം. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാലോ, ഈ നടുവിലുള്ള ബോഡിയാണ് സെൽ ബോഡി, ഈ ചെറിയ ഔട്ട് ഗ്രോത്ത് ആണ് എന്ത്? ഡെൻഡ്രോണ്. ആ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചാണ് ഡെൻഡ്രൈറ്റ്. ലോങ് ബോഡി ആക്സോണ്, ആക്സോണിൻ്റെ ബ്രാഞ്ച് ആക്സോണൈറ്റ്, അതിൻ്റെ അറ്റത്തുള്ള ഉണ്ട സിനാപ്റ്റിക് നോബ്. ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? പിന്നെ ഈ ന്യൂറോണ് മാത്രമല്ല നെർവസ് സിസ്റ്റത്തിലുള്ള സെൽസുകൾ, വേറെയും കുറേ സെല്ലുകളുണ്ട്. ഒന്ന് ഇവൻ എപ്പൻഡൈമൽ സെല്ല്,
പിന്നെ ഇവൻ ഒളിഗോഡെൻഡ്രോസൈറ്റ്, പിന്നെ ഇവൻ മൈക്രോഗ്ലിയൽ സെല്ല്, ഒരു മൈക്രോബിൻ്റെ പോലെ ഒരു രോഗാണുവിൻ്റെ പോലെ ഉണ്ടല്ലോ, അപ്പോൾ മൈക്രോഗ്ലിയൽ സെല്ല്. പിന്നെ ഇവനൊരു പാവപ്പെട്ട സെല്ലാണ്, അതുകൊണ്ട് ഇവനെ ഷോൺ സെല്ല് എന്ന് വിളിക്കാം. പിന്നെ ഇവനെ വിളിക്കുന്ന പേരാണെന്ത്? ആസ്ട്രോസൈറ്റ്. എന്താണ് പേര്? ആസ്ട്രോസൈറ്റ്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും പിക്ചർ നോക്കി വെക്കണം, എന്നിട്ട് അതിൻ്റെ പേരും കറക്റ്റ് മെൻഷൻ ചെയ്ത് പഠിക്കണം. കാരണം ചിലപ്പോൾ ഈ ഒരു പിക്ചർ മാത്രം തരും, ഇതെന്താ ചോദിക്കും, അതറിയില്ല സാർ, അങ്ങനെ പറയരുത്, അത് എപ്പൻഡൈമൽ സെല്ല്. ചിലപ്പോൾ ഇത് മാത്രം തരും, ഇത് മാത്രം തന്നിട്ട് ഇതെന്താ ചോദിച്ചാൽ പറയണം ആസ്ട്രോസൈറ്റ്. പിന്നെ ഇത് മാത്രം തന്നിട്ട് ഇതെന്താന്ന് ചോദിച്ചാൽ മൈക്രോഗ്ലിയൽ സെല്ല്. അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഓക്കെ അല്ലേ? യെസ്. പിന്നെ ഈ ആക്സോണിന് ചുറ്റുമുള്ളൊരു ഷീത്ത് ഉണ്ട്, അതാണ് എന്ത് ഷീത്ത്? മൈലിൻ ഷീത്ത്. ഇതും മൈലിൻ ഷീത്താണ്. പിന്നെ ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഈ ഒരു പിക്ചറിൽ ഈ ഒരു സംഭവം ഇതാ ഇങ്ങനെ 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 ചുരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതും എന്താണ്? മൈലിൻ ഷീത്താണ്. എന്നാൽ ഈ നീളത്തിലുള്ള വടി ഉണ്ടല്ലോ, ഈ നീണ്ട വടി, ഓക്കെ, ഈ നീല കളറിലുള്ളത്, അതാണ് എന്ത്? ആക്സോൺ. ഓക്കെ, ആക്സോൺ. എന്നാൽ അതിൻ്റെ ചുറ്റുമുള്ള ഈ സംഭവമാണ് എന്ത്? മൈലിൻ ഷീത്ത്. അപ്പോൾ അതും ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രെയിനിൻ്റെ ഈ ഒരു വലിയ ഭാഗം, ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ, അതാണ് സെറിബ്രം. പിന്നെ ഇതാ ഈ ഒരു ഭാഗം, ഇതാണ് സെറിബെല്ലം. ഓക്കെ. പിന്നെ അടുത്തത് ഇതിൻ്റെ ഇന്നർ മോസ്റ്റ് പാർട്ട്, ഇതാണ് തലാമസ്. ഇനി ആ തലാമസിൻ്റെ തൊട്ടു താഴെ ഈ ഒരു പോർഷനാണ് ഹൈപ്പോ തലാമസ്. പിന്നെ ഇതാണെന്ത്? ബ്രെയിൻ സ്റ്റെമ്മ്. ആ ബ്രെയിൻ സ്റ്റെമ്മിന് നമ്മൾക്ക് വീണ്ടും 3 തരംതിരിക്കാം. അതിലൊന്ന് മിഡ് ബ്രെയിന്, 2 പോൺസ്, 3 മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഈ റോസ് കളറിലുള്ളത് മിഡ് ബ്രെയിന്. ഓക്കെ. പിന്നെ രണ്ടാമത്തേത് ഇത് പോൺസ്. പിന്നെ ഇതെന്താണ്? ഇത് മെഡുല്ല ഒബ്ലാങ്കേറ്റ. അപ്പോൾ അതും ഓർത്ത് വെക്കണം. പിന്നെ ഇതാ രണ്ട് ന്യൂറോണുകൾ പരസ്പരം കണ്ടുമുട്ടുന്ന, കൂടിച്ചേരുന്ന, ബന്ധപ്പെടുന്ന ആ ജംഗ്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സിനാപ്സ്. എന്താണ് പേര്? സിനാപ്സ്. അപ്പോൾ ഈ ഒരു ചിത്രം തന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പറയണം അത് സിനാപ്സ് ആണ്. ഈ സിനാപ്സിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അഥവാ സിനാപ്റ്റിക് വിടവ്. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. പിന്നെ ഇങ്ങനെ ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പൂത്തിരി മത്താപ്പൊക്കെ കത്തിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചർ തന്നാൽ അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് നെർവാണ് അല്ലെങ്കിൽ നാഡിയാണ്. ഓക്കെ. മത്താപ്പോ പൂത്തിരിയോ കത്തുന്ന പോലത്തെ ഒരു പിക്ചർ കണ്ടാൽ അത് നെർവ് അല്ലെങ്കിൽ നാഡിയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു പിക്ചർ എന്തുമായി ബന്ധപ്പെട്ട പിക്ചറാണ്? റിഫ്ലക്സ് ആക്ഷനുമായി ബന്ധപ്പെട്ട പിക്ചറാണ്, റിഫ്ലക്സ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പിക്ചറാണ്. അതിൻ്റെ ഫ്ലോ ചാർട്ടും കറക്റ്റ് നോക്കി വെക്കണം. ഓക്കെ. നെക്സ്റ്റ് സുഷുമ്ന നാഡി അഥവാ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്നൻ്റെ പിക്ചറാണ്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ ഈ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലുള്ള ഉള്ളിലുള്ള ഭാഗം ഗ്രേ മാറ്റർ, പുറത്ത് വൈറ്റ് മാറ്റർ. നമ്മുടെ വീടിൻ്റെ ചുമരിൻ്റെ ഉള്ളിൽ സിമെൻ്റ് ഉണ്ട്, അപ്പോൾ സിമെൻറ്റിൻ്റെ കളർ ഗ്രേ, അപ്പോൾ ഉള്ളിൽ ഗ്രേ മാറ്റർ, പുറത്ത് വൈറ്റ് മാറ്റർ. പിന്നെ ഈ മുകളിലുള്ള റൂട്ട് ഡോർസൽ റൂട്ടും താഴെയുള്ള റൂട്ട് വെൻട്രൽ റൂട്ടാണ്. ഇത് അവിടെ തന്നെ മുകളിൽ ഡോർസലും, പിന്നെ ഇതിങ്ങനെ താഴെയുള്ളത് വെൻട്രൽ റൂട്ടും. നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ ഈ മുകളിലുള്ളത് ഡോർസൽ, താഴെയുള്ളത് വെൻട്രൽ. അപ്പോൾ ഇതെന്താ സാധനം? ഇതാണെന്ത്? സുഷുമ്ന നാഡി അഥവാ സ്പൈനൽ നേവ്. ഇവിടെയും ഇതും സുഷുമ്ന നാഡിയാണ്, ഇതും സുഷുമ്ന നാഡിയാണ്, സ്പൈനൽ നേവ്. എന്നാൽ ഈ മുകളിലുള്ള റൂട്ട് ഡോർസൽ, താഴെയുള്ള റൂട്ട് വെൻട്രൽ. ഇവിടെയും മുകളിലുള്ള റൂട്ട് ഡോർസൽ, താഴെയുള്ള റൂട്ട് വെൻട്രൽ. അതെങ്ങനെ ഓർത്ത് വെക്കും? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം ഡി പിന്നെ വി. അപ്പോൾ മുകളിൽ ഡോർസൽ, താഴെ വെൻട്രൽ. പിന്നെ ഇവിടെ നടുവിലൊരു ഓട്ടയുണ്ട്, ആ ഓട്ടയെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ കനാൽ. സെൻട്രലാണ്, മിഡിലാണ്, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് സെൻട്രൽ കനാൽ. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു പിക്ചറും പരീക്ഷയ്ക്ക് മേ ബി ചോദിക്കാം. ഇതെങ്ങനെ ചോദിക്കാമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഈ ഒരു പിക്ചർ തരും, എന്നിട്ട് അവർ പറയും ഇവിടെ ഒരു പാർട്ടിൽ ഒരു ഭാഗത്ത് ഉദ്ദീപനം സംഭവിച്ചു, സ്റ്റിമുലസ് സംഭവിച്ചു എന്ന് പറയും. ഓക്കെ. സ്റ്റിമുലസ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക എന്നുള്ളത് രണ്ടാമത്തെ പിക്ചർ നമ്മളോട് വരക്കാൻ പറയാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് എന്നിട്ട് ഇതിൽ മാറ്റമുള്ള പിക്ചർ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, എവിടെയാണോ സ്റ്റിമുലസ് ഉണ്ടായത് ആ ഉണ്ടായ ഭാഗത്തെ പുറത്തത്തെ പോസിറ്റീവ് എന്തായി മാറും? നെഗറ്റീവായി മാറും. ഉള്ളിലുള്ള നെഗറ്റീവ് എന്തായി മാറും? പോസിറ്റീവായി മാറും. നോർമലി ഒരു ന്യൂറോണിൻ്റെ പുറത്തെപ്പോഴും പോസിറ്റീവും ഉള്ളിലെപ്പോഴും നെഗറ്റീവായിരിക്കും. പക്ഷെ ഒരു സ്റ്റിമുലസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തത്തെ പോസിറ്റീവ് നെഗറ്റീവും ഉള്ളിലെ നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഈ ഒരു പിക്ചറാണ് നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് 3rd ചാപ്റ്ററാണ്. ഇതിലും ഇഷ്ടംപോലെ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് 3 ചാപ്റ്ററിലാണ് കുറേ പിക്ചേഴ്സ് ഉള്ളത്, അവസാനത്തെ 3 ചാപ്റ്ററിൽ കുറച്ച് പിക്ചേഴ്സേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് ഇത് ഐലിഡ് അഥവാ കൺപോള. ഇത് കൺപോളയാണെന്ന് എല്ലാവർക്കും അറിയാലോ, വലിയ പണിയൊന്നുമില്ല, അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലാക്രിമൽ ഗ്ലാൻഡ് അഥവാ കണ്ണുനീർ ഗ്രന്ഥി. ഈ കണ്ണിൻ്റെ മുകളിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥി ഉണ്ട്, അതാണ് ലാക്രിമൽ ഗ്ലാൻഡ് അഥവാ കണ്ണുനീർ ഗ്രന്ഥി. ഓർത്ത് വെക്കണം.
പിന്നെ കണ്ണിൻ്റെ സ്ട്രക്ചർ. ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള പിക്ചറാണിത്, ഈ കണ്ണിൻ്റെ പിക്ചർ. കണ്ണിന് മൂന്ന് എന്താണ് ലെയറുകളുള്ളത്. ഒന്ന് സ്ക്ലീറ, ഏറ്റവും പുറത്തത്തെ ലെയർ, പിന്നെ രണ്ടാമത്തെ ലെയർ കൊറോയിഡ്, മൂന്നാമത്തെ ലെയർ റെറ്റിന. ദൃഢപടലം, രക്തപടലം, റെറ്റിന. ഇത് ഇംഗ്ലീഷുകാർ ഇങ്ങനെ ഓർത്ത് വെക്കുക. സ്ക്ലീറ എന്നല്ല, നിങ്ങൾ സ്കോർ എന്ന് ആലോചിക്കുക. എന്താ ആലോചിക്കേണ്ടത്? സ്കോർ. നമുക്ക് പരീക്ഷയ്ക്ക് നല്ലോണം പഠിച്ചിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് നല്ല സ്കോറൊക്കെ അടിക്കണം. സ്കോറിൽ ഫസ്റ്റ് എസ് ആണ്, അപ്പോൾ സ്ക്ലീറ, ഏറ്റവും പുറത്തത്തെ ലെയർ സ്ക്ലീറ. രണ്ടാമത്തെ കോയാണ്, അപ്പോൾ രണ്ടാമത്തെ ലെയർ കൊറോയിഡ്. മൂന്നാമത്തേത് റേ ആണ്, അപ്പോൾ മൂന്നാമത്തെ ലെയർ റെറ്റിന. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, 3 ലെയർ കിട്ടിയല്ലോ. മലയാളികളാണെന്നുണ്ടെങ്കിൽ ദൃഢപടലം, രക്തപടലം, റെറ്റിന എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ അടുത്ത് നോക്കേണ്ടത് ഇതാ, ഇവിടെ ഏറ്റവും മുന്നിലുള്ള ഈ ഭാഗം, ഇതാണ് കോർണിയ. എന്താണ് പേര്? കോർണിയ. പിന്നെ ഇത് ലെൻസാണെന്നുള്ളത് എല്ലാവർക്കും കിട്ടും. ലെൻസിൻ്റെ നടുവിലുള്ള ഓട്ടയാണെന്ത്? പ്യൂപ്പിള്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് ഉള്ള ഈ ഭാഗമാണേത്? ഐറിസ്. എന്താണ് പേര്? ഐറിസ് ആണ് കണ്ണിന് കളർ കൊടുക്കുന്നത്. മെലാനിൻ, കണ്ണിൻ്റെ കൃഷ്ണമണി കളർ കൊടുക്കുന്നത് അയാളാണ്, മെലാനിൻ. ഓക്കെ, അത് ഐറിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതാ ഈ ലെൻസിനെ ഇവിടെ കറക്റ്റ് ഒരു മസിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സീലിയറി മസിൽസ് അഥവാ സീലിയറി പേശികൾ. അപ്പോൾ ഐറിസ്, പ്യൂപ്പിള്, ലെൻസ്, പിന്നെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഈ ഒരു ഭാഗം കോർണിയ. പിന്നെ ഈ ലെൻസിൻ്റെയും ഈ കോർണിയൻ്റെയും ഇടയിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇതാണ് അക്വസെറ. എന്നാൽ ഈ ലെൻസിൻ്റെയും റെറ്റിനിൻ്റെ ഇടയിൽ ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതാണ് വിട്രിയസ് സെറ. ഓക്കെ, അപ്പോൾ അക്വസ് ചേമ്പറും ഉണ്ട്, വിട്രിയസ് ചേമ്പറും ഉണ്ട്. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ കണ്ണിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തലച്ചോറിലേക്ക്, ബ്രെയിനിലേക്ക് പോകുന്ന ഈ നേവാണേത്? ഒപ്റ്റിക് നേവ് അഥവാ നേത്രനാടി. പിന്നെ ഇവിടെ 2 സ്പോട്ടുകളുണ്ട്. ഒന്ന് പീതബിന്ദു, രണ്ട് അന്ധബിന്ദു. ഒന്ന് യെല്ലോ സ്പോട്ട്, 2 ബ്ലൈൻഡ് സ്പോട്ട്. അത് നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ ഈ ഒരു മൂലയിലാണ് ബ്ലൈൻഡ് സ്പോട്ട് ഉള്ളത്. എന്നാൽ ഇവിടെ ഈ ഒരു പുറത്ത്, ലൈക്ക് ഈ ഒരു ഒപ്റ്റിക് നേവിൻ്റെ പുറം ഭാഗത്താണ് ആരുള്ളത്? യെല്ലോ സ്പോട്ട് ഉള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇവിടെ ഉള്ളത് യെല്ലോ സ്പോട്ടും ഈ ഒരു ഒപ്റ്റിക് നേവ് പാസ് ചെയ്യുന്ന ഈ സ്ഥലത്തുള്ളത് എന്താണ്? ബ്ലൈൻഡ് സ്പോട്ടുമാണ്. അത് മാറരുത്. ഇവിടെ ബ്ലൈൻഡ് സ്പോട്ടും ഇവിടെ യെല്ലോ സ്പോട്ടുമാണ്. ഇവിടെ ബ്ലൈൻഡ് സ്പോട്ടും ഇവിടെ യെല്ലോ സ്പോട്ടുമാണ് കേട്ടോ. ഓക്കെ, അത് വീണ്ടും പറയുന്നു, അത് മാറരുത്. ഈ ഒപ്റ്റിക് നേവിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ബ്ലൈൻഡ് സ്പോട്ട്, എന്നാൽ ഇതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഇത് യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദു. നോട്ട് ദ പോയിന്റ്, അത് ഓർത്ത് വെക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ലെൻസിൻ്റെയും കോർണിയൻ്റെയും ഇടയിലുള്ള ചേമ്പർ അക്വസ് ചേമ്പർ. എന്നാൽ ഈ വലിയ ചേമ്പർ വിട്രിയസ് ചേമ്പർ അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ ആയിരിക്കും അവിടെ ഉണ്ടാവുക, വിട്രിയസ് ദ്രവം. അതെങ്ങനെ ഓർത്ത് വെക്കുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. വലുതിന് വായാണ്, വിട്രിയസിനും വായാണ്. അപ്പോൾ വലിയ ചേമ്പർ ഏതാണ്? വിട്രിയസ് ചേമ്പർ. അപ്പോൾ പിന്നെ ചെറിയ ചേമ്പർ ഏതായിരിക്കും? അക്വസ് ചേമ്പർ. അത് ആ രീതിയിൽ ഓർത്ത് വെക്കുക. പിന്നെ ഇത് എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഉള്ളത് ആരാണ്? ഗാംഗ്ലിയോൺ ആണ്. രണ്ടാമതുള്ളത് ബൈപോളർ ആണ്. മൂന്നാമതുള്ളത് ഫോട്ടോ റിസെപ്റ്റർ ആണ്. ശരിക്കും ഇവിടുന്ന് ഇങ്ങനെയല്ല ഇതിൻ്റെ ഓർഡർ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. അത് എങ്ങനെയും ആവട്ടെ, അതൊന്നും നമ്മൾ മെയിൻ ചെയ്യേണ്ട. ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതേത് ലെയർ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡർ കിട്ടാൻ ഫസ്റ്റത്തെ ഗാംഗ്ലിയോൺ ആണല്ലോ, 2 ബൈപോളാർ, 3 ഫോട്ടോ റിസെപ്റ്റ് ലെയർ. ഇത് മാറിപ്പോവാതിരിക്കാൻ ഞങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ഗോപി പി എന്നാലോചിക്കുക. ഗോപി നമ്മളൊരു സുഹൃത്താണ്. ഗോപിൻ്റെ അഡ്രസ്സ് എന്താണ്? പി ആണ്. പി. ഓക്കെ, പി ആണ് അവൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഗോപി പി എന്നാലോചിച്ചാൽ മതി. അപ്പോൾ ആദ്യം ജി ആണ്, ഫസ്റ്റ് ഗാംഗ്ലിയോൺ സെൽ ലെയർ. എന്ത് ലെയർ? ഗാംഗ്ലിയോൺ സെൽ ലെയർ അല്ലെങ്കിൽ ഗാംഗ്ലിയോൺ കോശപ്പാളി. രണ്ടാമത് ബി ആണ്, അപ്പോൾ ബൈപോളാർ സെൽ ലെയർ അല്ലെങ്കിൽ ബൈപോളാർ കോശപ്പാളി. മൂന്നാമത്തേത് പി ആണ്, അപ്പോൾ ഫോട്ടോ റിസെപ്റ്റർ ലെയർ അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളുടെ പാളി. പ്രകാശത്തിലും പായാണ്, പീക്കും പായാണ്. ഓക്കെ, അപ്പം അങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഗോപി പി എന്ന് ആലോചിച്ചാൽ കിട്ടും. ഫസ്റ്റ് ഗാംഗ്ലിയോണ്, പിന്നെ ബൈപോളാർ, പിന്നെ ഫോട്ടോ റിസെപ്റ്റർ ലെയർ. അപ്പോൾ ആ ഒരു ഓർഡർ കിട്ടിയല്ലോ, അതും കിട്ടി. പിന്നെ ഇത് റോഡ്, ഇത് കോണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? റോഡ് ഷേപ്പിലുള്ളത് റോഡ്, കോൺ ഷേപ്പിലുള്ളത് കോണ്. വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇത്, ഓ മൈ ഗോഡ്, മസ്കുലാർ ആക്ടിവിറ്റി ഇൻ ദ പ്യൂപ്പിളിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ഇൻറ്റൻസ് ലൈറ്റിൽ, ബ്രൈറ്റ് ലൈറ്റിൽ നമ്മളെ പ്യൂപ്പിൾ ചെറുതാവല്ലേ ചെയ്യുക? അങ്ങനെ ചെറുതാവും. അപ്പോൾ ഇതാ പ്യൂപ്പിൾ ചെറുതായിട്ടുണ്ട്, അതാണ് അതിൻ്റെ പിക്ചർ. എന്നാൽ നോക്കൂ, ഡിം ലൈറ്റിലാണെങ്കിൽ പ്യൂപ്പിൾ വലുതാവാണ് ചെയ്യുക. ഡിം ലൈറ്റിൽ നമ്മളെങ്ങനെ നോക്കുക? ഇങ്ങനെയല്ലേ നോക്കുക? ഇവിടെ ഇങ്ങനെ നോക്കും. അപ്പോൾ പ്യൂപ്പിൾ ഇങ്ങനെ വലുതാവും, കാരണം ഡിം ലൈറ്റാണ്, മങ്ങിയ പ്രകാശമാണ്, തീരെ വെളിച്ചില്ലാത്തപ്പോഴല്ലേ നമ്മളിങ്ങനെ നോക്കുക. അപ്പോൾ പ്യൂപ്പിൾ ഇങ്ങനെ വലുതാവും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നേരെ മറിച്ച് നോർമൽ ലൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ വലുതുമല്ല ചെറുതല്ല, ഒരു നോർമലായിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ചോദ്യം വരിക, ഇത് ഏത് പിക്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ചോദിക്കുക. ഇവിടെ ഇൻറ്റൻസും നോർമലും ഡിമ്മൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഈ പിക്ചർ തന്നിട്ട് ഇത് ഏത് ലൈറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? അപ്പോൾ ഇത് ഇൻറ്റൻസ് ലൈറ്റ് അല്ലെങ്കിൽ തീവ്രപ്രകാശം എന്ന് പറയണം. പിന്നെ ഇത് വലുതാണ് പ്യൂപ്പിൾ, അപ്പോൾ അതെന്തായിരിക്കും? ഡിം ലൈറ്റ്, മങ്ങിയ പ്രകാശമായിരിക്കും. ഇത് സാധാ വലുപ്പമാണ്. അപ്പോൾ നോർമൽ ലൈറ്റ് അല്ലെങ്കിൽ സാധാരണ പ്രകാശമായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടണത്. ഓക്കെ,
ഇനി അടുത്തത് ചെവിൻ്റെ പിക്ചറാണ്. ചെവിൻ്റെ ഫസ്റ്റ് ഒരു പിക്ചർ ഉണ്ട്, അതായത് ചെവിൻ്റെ എന്താണ് പുറത്തത്തെ ആ എന്താണ് മറ്റേത് പിന്നെയും ഓഡിറ്ററി കനാലും ടിംബാനും ഒക്കെ മെൻഷൻ ചെയ്യുന്നൊരു പിക്ചർ. അതും ജസ്റ്റ് നിങ്ങൾ നോക്കിയേക്കണം, ഞാൻ അവിടെ കൊടുത്തിട്ടില്ല കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പക്ഷെ ഇവിടെ ഇത് സെക്കൻഡ് പിക്ചർ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ചെവിൻ്റെ മിഡിൽ ഇയർ. ചെവിക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ്, ഒന്ന് എക്സ്റ്റേണൽ ഇയർ, 2 മിഡിൽ ഇയർ, 3 ഇൻറ്റേർണൽ ഇയർ. അല്ല എക്സ്റ്റേണൽ ഇയർ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷേ മിഡിൽ ഇയറിൻ്റെ ഭാഗങ്ങൾ മേ ബി പരീക്ഷയ്ക്ക് ചോദിക്കാം. മിഡിൽ ഇയറിൽ ഫസ്റ്റത്തെ ഭാഗത ഇതാണ് കർണപടം അഥവാ ടിംബാനം. ഓക്കെ, പിന്നെ ഇവിടെ 3 എല്ലുകളുണ്ട്, 3 എല്ലുകൾ. ഇത് ഫസ്റ്റത്തേത് മാലിയസ്, രണ്ടാമത്തേത് ഇംഗസ്, മൂന്നാമത്തേത് സ്റ്റേപ്പിസ്. അത് അതേ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. അത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, മിസ്സിന് ആലോചിച്ചാൽ മതി. മിസ് ഏത് മിസ്സിനെ ആലോചിക്കണ്ടേ? പ്രട്ടി മിസ്സിനെ ആലോചിച്ചോളൂ, മിസ്സിന് ആലോചിച്ചാൽ മതി. ഓക്കെ, മിസ്സിൽ ഫസ്റ്റ് എം ആണ്, അപ്പോൾ ആദ്യത്തേത് മാലിയസ്. ഓക്കെ, രണ്ടാമത്തേത് ഐ ആണ്, അപ്പോൾ രണ്ടാമത്തേത് ഇംഗസ്, പിന്നെ മൂന്നാമത്തേത് എസ് ആണ്, അപ്പോൾ മൂന്നാമത്തേത് സ്റ്റേപ്പിസ്. മിസ്സിന് ആലോചിച്ചാൽ മതി, പ്രട്ടി മിസ്സിനെ ആലോചിച്ചാൽ മതി. അപ്പോൾ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. പിന്നെ ഇവിടുന്ന് താഴോട്ട് ഒരു കുഴൽ പോകുന്നത് കണ്ടോ? ഒരു കുഴൽ അതാണ് യൂസ്റ്റേഷ്യൻ കനാൽ അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ്, അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി എന്നൊക്കെ പറയും. ഓക്കെ, യൂസ്റ്റേഷ്യൻ കനാൽ ഒരു കുഴലാണ്, യൂസ്റ്റേഷ്യൻ കനാൽ. അത് കിട്ടി. ഓ മൈ ഗോഡ്, ഇനി ഈ പിക്ചർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഇന്നർ ഇയറിൻ്റെ പിക്ചറാണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇന്നർ ഇയറിൻ്റെ പിക്ചറിൽ ഇവിടെ കുറേ ആൾക്കാരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ കുറേ ആൾക്കാരെ ചോദിക്കില്ല, അതിന് 2-3 ആൾക്കാരെ ചോദിക്കുള്ളൂ. പക്ഷെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഞാൻ ഓരോന്നും സിമ്പിളായിട്ട് പറഞ്ഞു കേട്ടോ. ഇവിടെ 3 ചേംബർ ഉണ്ട്, ഒന്ന് അപ്പർ ചേംബർ, ഒന്ന് മിഡിൽ ചേംബർ, ഒന്ന് ലോവർ ചേംബർ. അപ്പോൾ സിമ്പിളായിട്ട് അപ്പർ എവിടെ ആയിരിക്കും? മുകളിലായിരിക്കും. ഏറ്റവും മുകളിലുള്ള ചേംബറാണ് അപ്പർ ചേംബർ. ലോവർ എവിടെ ആയിരിക്കും? താഴെ ആയിരിക്കും. ഏറ്റവും താഴെയുള്ള ചേംബറാണ് ലോവർ ചേംബർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയിലുള്ള ഈ മിഡിലുള്ളതാരായിരിക്കും? മിഡിൽ ചേംബർ. അത്രയേ ഉള്ളൂ. ഇത് മുകളിലത്തെ അറ, ഇത് താഴത്തെ അറ, ഇത് മധ്യ അറ. അപ്പോൾ അത് കിട്ടിയല്ലോ, മുകളിലും താഴെയും മധ്യ അറയും. അതിഞ്ഞ് മാറൂല. പിന്നെ ഇവിടെ 2 വിൻഡോയുണ്ട്, ഓവൽ വിൻഡോയും ഉണ്ട്, റൗണ്ട് വിൻഡോയും ഉണ്ട്. ഇവിടെ മുകളിലുള്ളത് ഓവൽ വിൻഡോ, താഴെ ഉള്ളത് റൗണ്ട് വിൻഡോ. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഇങ്ങനെ കയറാനുള്ള ഒരു എൻട്രിയാണ്. ഓക്കെ, അപ്പോൾ മുകളിലുള്ളത് ഓവൽ വിൻഡോ, താഴെ ഉള്ളത് റൗണ്ട് വിൻഡോ. അത് മാറരുത്, മുകളിൽ ഓവൽ, താഴെ റൗണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം ഒ പിന്നെ ആർ അല്ലേ ആണ്. ABCDFGHIJK LMNO PQRST ആദ്യം ഒ പിന്നെയാണ് ആറ്. ടെൻഷൻ എടുക്കേണ്ട, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യം ഒ പിന്നെ ആറ്. അപ്പം മുകളിൽ ഓവൽ വിൻഡോ, താഴെ റൗണ്ട് വിൻഡോ. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ഞാൻ അതിൽ സംശയമില്ല. പിന്നെ അടുത്ത ഡൗട്ട് ഉള്ളത്, ഇവിടെ എന്തുണ്ട്? എൻഡോലിംഫ് ഉണ്ട് ഏറ്റവും ഉള്ളിൽ. പിന്നെ പുറത്ത് ആരുണ്ട്? പെരിലിംഫ് ഉണ്ട്. അത് മാറാൻ ചാൻസ് ഉണ്ട്. അതിനൊരു ബുദ്ധി പറഞ്ഞുതരാം. പുറത്ത് പായല്ലേ, പെരിലിംഫിനും പായല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ പുറത്തുള്ളത് ഏത് ലിംഫ്? പെരിലിംഫ്. എന്നാൽ ഉള്ളിൽ ആ മിഡിൽ ചേംബറിൻ്റെ അവിടെ ഉള്ളത്, ആ ഉള്ളിലുള്ളത് ആരാണ്? എൻഡോലിംഫ്. അപ്പോൾ പുറത്തുള്ളത് പെരിലിംഫ്, ഉള്ളിലുള്ളത് എൻഡോലിംഫ്. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്, അതാണ് ബേസിലാർ മെംബ്രെയിൻ. ആ ബേസിലാർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഒരു പാർട്ടാണ് ഇത് ഓർഗൻ ഓഫ് കോർട്ടി. എന്ത് കോർട്ടി? ഓർഗൻ ഓഫ് കോർട്ടി. അതും ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മുടെ 2 കണ്ണിലെയും മെസ്സേജുകൾ, ഈ ഒപ്റ്റിക് നെർവുകൾ ഉണ്ടല്ലോ, ഒപ്റ്റിക് നെർവ്, നേത്രനാടി. ആ നേത്രനാടി 2 കണ്ണിലെയും മെസ്സേജ് കറക്റ്റ് തലച്ചോറിൻ്റെ ഒരു പാർട്ട്, തലച്ചോറിൻ്റെ വിഷൻ്റെ ഒരു പാർട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. ആ വിഷൻ്റെ പാർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ഒപ്റ്റിക് കയാസ്മ. എന്താണ് പേര്? ഒപ്റ്റിക് കയാസ്മ. നമ്മൾ വേറെന്തോ ഒരു കയാസ്മയും പഠിച്ചിരുന്നു. നമ്മൾ ക്രോമസോമുകൾ പരസ്പരം ക്രോസ് ചെയ്യുമ്പോൾ, ജോഡി ചേരുമ്പോൾ കണ്ടുമുട്ടുന്ന ഭാഗം, അത് വേറെ കയാസ്മ. ഇത് ഒപ്റ്റിക് കയാസ്മ. ഇവിടെ എന്താ വെച്ചാൽ ഈ 2 നാഡികൾ വന്നുകൊണ്ട് കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റാണ്. കൂട്ടിമുട്ടുന്ന പോയിന്റുകളാണ് പൊതുവെ എന്ത് വിളിക്കുക? കയാസ്മ എന്ന് വിളിക്കുക. ഇവിടെ ഒപ്റ്റിക് നേവ് കൂട്ടിമുട്ടുന്നതുകൊണ്ട് ഒപ്റ്റിക് കയാസ്മ എന്ന് വിളിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കിട്ടി. പിന്നെ അടുത്തത് ഈ ഇന്റേണൽ ഇയറിൻ്റെ ബോഡി ബാലൻസിങ്ങിൻ്റെ പാർട്ടാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ ഇന്റേണൽ ഇയർ ആണല്ലോ പറഞ്ഞത്. അതെ, അത് ഇന്റേണൽ ഇയറിൻ്റെ ഹിയറിങ്, മറ്റേ കേൾവിയുമായി ബന്ധപ്പെട്ട പാർട്ടാണ്. അപ്പോൾ ഇന്റേണൽ ഇയറിന് 2 ഫംഗ്ഷൻ ഉണ്ട്, കേൾവി ഉണ്ട്, ബോഡി ബാലൻസിങ് ഉണ്ട്. അത് കേൾവിയുമായി ബന്ധപ്പെട്ടത്, ഇത് ബോഡി ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ടത്. ഇനി ഇവിടെ നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ 3 കനാലുണ്ട്. 1 2 3 കനാൽ. 1 2 3 കനാലുകൾ. അവരെ വിളിക്കുന്ന പേരാണെന്ത്? സെമി സർക്കുലാർ കനാൽ. എന്താണ് പേര്? സെമി സർക്കുലാർ കനാൽ. പിന്നെ ഇവിടെ ഫസ്റ്റ് യൂട്രിക്കിളുണ്ട്, പിന്നെ സാക്യൂളുണ്ട്. യൂട്രിക്കിളുണ്ട്, സാക്യൂളുണ്ട്. യൂട്രിക്കിള്. എന്നാൽ അവർ 2 കൂടി കോമൺലി വിളിക്കുന്ന പേരാണെന്ത്? വെസ്റ്റിബ്യൂള്. അപ്പോൾ യൂട്രിക്കിള്, സാക്യൂള്, അതിനെ കോമൺലി വിളിക്കുന്ന പേര് വെസ്റ്റിബ്യൂള്. പിന്നെ ഇവിടെ നിന്നൊരു നെർവ് ഉണ്ട്, അത് വെസ്റ്റിബുലാർ നാഡി. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്, ഈ വലുത് യൂട്രിക്കിള്, ചെറുത് സാക്യൂള്, അല്ലെങ്കിൽ ആദ്യമുള്ളത് യൂട്രിക്കിള്, രണ്ടാമതുള്ളത് സാക്യൂള്. അങ്ങോട്ടോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അപ്പോൾ എന്താ ആലോചിക്കണം? US ആലോചിച്ചാൽ മതി. US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. USA എന്ന് ആലോചിക്കാം. അപ്പോൾ USA ആദ്യം U പിന്നെ S,
അപ്പോൾ ഫസ്റ്റ് ഉള്ളത് യൂട്രിക്കിള്, രണ്ടാമതുള്ളത് സാക്യൂള്. US ആലോചിച്ചാൽ മതി, അപ്പോൾ കിട്ടും. അപ്പോൾ അത് കിട്ടി. യെസ്. പിന്നെ നമ്മളെ നാക്കിൻ്റെ സ്ട്രക്ചറാണ്. ഈ ചിത്രം നിന്നാൽ നാക്ക് വലിയ പണിയൊന്നുമില്ല. എന്നാൽ നാക്കിലൊരു ചെറിയൊരു കേക്ക് കട്ട് ചെയ്ത പോലെ ഉള്ള ഈ ഒരു പിക്ചർ നിന്നാൽ അത് പാപ്പില. എന്തില? പാപ്പില. എന്നാൽ പാപ്പിലയിൽ ഇങ്ങനെതാ ഈ ഒരു വെറൈറ്റി ഷേപ്പിലുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, വെറൈറ്റി ഷേപ്പിലുള്ള ഈ ഒരു സാധനം, ഇതിനെ വിളിക്കുന്ന പേരാണ് രാസഗ്രാഹികൾ അഥവാ കീമോ റിസപ്റ്റർ. രാസഗ്രാഹികൾ അഥവാ കീമോ റിസപ്റ്റർ ആണ് ഈ ഒരു ഷേപ്പിലുള്ളത്. പിന്നെ ഇവിടെ നോക്കൂ സുഹൃത്തുക്കൾ, ഇവിടെ വേറെ ഏതോ ഒരു ചങ്ങായി ഉണ്ട്, അവൻ്റെ പേരാണ് എന്ത്? ന്യൂറോൺ. എന്താണ് പേര്? ന്യൂറോൺ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ 3 ആളുകളെ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ഈ കേക്ക് കട്ട് ചെയ്ത പോലത്തെ ഈ സാധനം, ഇതാണ് പാപ്പില. പിന്നെ ഇതൊരു വെറൈറ്റി സ്ട്രക്ചർ, ഇതാണ് കീമോ റിസപ്റ്റർ അഥവാ രാസഗ്രാഹികൾ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചങ്ങായി ഉണ്ട്, ഒരു വൈ ഷേപ്പിൽ, ഇതാ വൈ ഷേപ്പിലൊരു ചങ്ങായി ഉണ്ട്, അതാണ് എന്ത്? ന്യൂറോൺ. അതും ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ചാപ്റ്ററും കഴിഞ്ഞു. സിമ്പിളാടാ. ഫസ്റ്റത്തെ 3 ചാപ്റ്റർ നമ്മൾ ഗംഭീരമാക്കി എല്ലാ പിക്ചേഴ്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി വലിയ സീനൊന്നുമില്ല. ഇനി 4, 5, 6 ചാപ്റ്ററിൽ കുറച്ച് പിക്ചേഴ്സ് ഉള്ളൂ. 4ാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് ഈ ഒരു ചിത്രം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി, വലിയൊരു പ്രോബബിലിറ്റി ഒന്നുമില്ല, എന്നാലും അഥവാ ചോദിച്ചാലോ. അതായത് ഇവിടെ സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ് ഇത്? നമ്മളെ ഹോർമോണുകൾ ലക്ഷ്യകോശത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ ഈ ലക്ഷ്യകോശത്തിൻ്റെ അടുത്ത് എന്തുണ്ടാവും? റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഇതാ ഇങ്ങനൊരു സ്ട്രക്ചർ കണ്ടോ? അതാണ് എന്ത്? റിസപ്റ്ററുകൾ, ഗ്രാഹികൾ. ഇനി അങ്ങോട്ടേക്ക് ഇതാ ഈ വരുന്ന സാധനമാണ് എന്ത്? ഹോർമോണുകൾ. എന്താണ്? ഹോർമോണുകൾ. എന്നിട്ട് ഹോർമോണുകൾ എന്ത് ചെയ്യുന്നു? ഈ റിസപ്റ്ററായിട്ട് കണ്ടുമുട്ടി കൂടിച്ചേരുന്നു. അതാണ് ഈ ഒരു സ്ട്രക്ചർ. അതൊക്കെ അതാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അപ്പോൾ ഇവിടെ ഈ സാധനം മാത്രം നിന്നിട്ട് എന്താ ചോദിച്ചാണെങ്കിൽ ഹോർമോൺ. ഇനി ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത് മാത്രം നിന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് റിസപ്റ്റർ. ഇവർ കണ്ടുമുട്ടി കൂടിച്ചേർന്ന ഈ ഒരു പിക്ചർ ആണെങ്കിൽ അത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഓക്കെ അല്ലേ? പിന്നെ ഈ ഒരു പിക്ചറിന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത് ഏത് ഹോർമോണുമായി ബന്ധപ്പെട്ട പിക്ചറാണെന്നാണ് ചോദിക്കുക. സിമ്പിളാണ്. ഓക്സിൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഹോർമോണുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇവിടുത്തെ എന്താണ് പ്ലാൻ മൂവ്മെൻറ്റ് ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോട്ടോട്രോപ്പിസമാണ്. ഫോട്ടോട്രോപ്പിസം മീൻസ് പ്രകാശട്രോപിക ചലനം. ലൈറ്റ് എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് പ്ലാന്റ് വളരുന്നു. അവിടെ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഓക്സിൻ. ഓക്കെ. പിന്നെ ഓരോ ഗ്ലാൻഡിൻ്റെ പിക്ചർ തന്നിട്ട് അത് ഏതാ ഗ്ലാൻഡ് എന്ന് ചോദിക്കാം. ഈ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലുള്ളതാണ് ഇത്? തൈറോയിഡ് ഗ്ലാൻഡ്. ആ തൈറോയിഡ് ഗ്ലാൻഡിലുള്ള 4 ഉണ്ടകളാണ് ഇത്? പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള സാധനമാണ് പാൻക്രിയാസ് ഗ്ലാൻഡ്. പാൻക്രിയാസിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്, ആൽഫയും ഉണ്ട് ബീറ്റയും ഉണ്ട്. പിന്നെ ഈ തലയിൽ തൊപ്പി വെച്ചിരിക്കുന്ന പോലെ, ഇതാ കിഡ്നിയുടെ തലയിൽ ഒരു തൊപ്പിട്ട പോലെ കാണപ്പെടുന്ന ഇവനാണ് ഏത് ഗ്ലാൻഡ്? അഡ്രീനൽ ഗ്ലാൻഡ്. പിന്നെ നമ്മുടെ തലച്ചോറിൻ്റെ മിഡിലിൽ കറക്റ്റ് സെൻട്രലുള്ള ഈ ഗ്ലാൻഡാണ് ഏത്? പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ. പിന്നെ ഇതാ ഇവിടെ നമ്മളെ ട്രക്കിയൻ്റെ ഒക്കെ ഈ ഒരു ഭാഗത്തുള്ളതാണ് ഇത്? തൈമസ് ഗ്ലാൻഡ്. ഓക്കെ. കടന്നൽ കൂട്ടിയ പോലുള്ളൊരു ഗ്ലാൻഡ് തൈമസ് ഗ്ലാൻഡ്. യെസ്. പിന്നെ ഈ ഒരു പിക്ചറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പിക്ചറിൽ ഫസ്റ്റ് നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ കുറേ ഉണ്ടകൾ ഉണ്ട് അല്ലേ? ഉണ്ടകൾ. ഈ ഉണ്ടകളൊക്കെ ശരിക്കും ഇവരുടെ പേരെന്താണ്? ഇവരുടെ പേരാണ് ന്യൂറോ സെക്രട്ടറി സെൽസ്. എന്താണ് പേര്? ന്യൂറോ സെക്രട്ടറി സെൽസ്. ഇത് ഹൈപ്പോതലാമസിലുള്ള സെൽസുകളാണ് ന്യൂറോ സെക്രട്ടറി സെൽസ്. പിന്നെ ഈ ന്യൂറോ സെക്രട്ടറി സെൽസിൽ നിന്ന് ഹോർമോൺസ് ഇങ്ങനെ ഇതാ ഈ ഒരു കുഴൽ വഴി വരും. ഈ കുഴലിനെ വിളിക്കുന്ന പേരാണെന്ത്? നെർവ് ഫൈബർ. എന്താണ് പേര്? നെർവ് ഫൈബർ അഥവാ നാഡീതന്തു. നെർവ് ഫൈബർ അഥവാ നാഡീതന്തു. ഓക്കെ. ഈ 2 കുഴൽ നാഡീതന്തുവാണ്. പിന്നെ ഇതും എന്തുതന്നെയാണ്? നാഡീതന്തുവാണ്. ഇതാ ഇതും നാഡീതന്തുവാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ്? നാഡീതന്തുവാണ്. എന്നാൽ ഇവിടെ ഇങ്ങനെ പോന്നിട്ട് ഇവിടുന്ന് ഇത് വേറൊരു കുഴലായി മാറുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ വെയിന് അഥവാ പോർട്ടൽ സിര എന്ന് പറയും. പോർട്ടൽ സിര. ഓക്കെ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ ഒരു ലോബുണ്ട്, ഇവിടെ ഒരു ലോബുണ്ട്. ഈ റൈറ്റിലുള്ള വലിയ ലോബാണ് ആൻറ്റീരിയർ ലോബ്. ലെഫ്റ്റിലുള്ള ഈ കുഞ്ഞു ലോബാണ് ഇത്? പോസിറ്റീരിയർ ലോബ്. അതും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുക, LP എന്നാലോചിക്കുക. LP സ്കൂൾ നമ്മൾ ആദ്യം LP സ്കൂളിലായിരുന്നു. LP സ്കൂൾ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ LPയിലെ L എന്താണ്? ലെഫ്റ്റ്. P എന്താണ്? പോസിറ്റീരിയർ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീരിയർ ലോബ്, അപ്പം പിന്നെ റൈറ്റ് സൈഡിൽ ആൻറ്റീരിയർ ലോബ്. ഇനി മലയാളികൾ എങ്ങനെ കണക്ട് ചെയ്യും? LP എന്ന് തന്നെ ആലോചിച്ചാൽ മതി. ലെഫ്റ്റ്, P പിന്തളം. ഓക്കെ. അപ്പം ലെഫ്റ്റിലേതാണ്? പിന്തളം. അപ്പം റൈറ്റിലേതായിരിക്കും? മുൻതളം. അത്രയുള്ള പണി. സിമ്പിളാണ്. അത് കിട്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, 5ാമത്തെ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിന് ഫസ്റ്റ് നോക്കൂ സുഹൃത്തുക്കളെ, ഈ 3 ഉണ്ടകളുള്ള ഈ ഒരു ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിക്കും. 3 ഉണ്ടകളുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷ ആലോചിക്കാം. ഓട്ടോറിക്ഷയ്ക്ക് എത്ര ടയറുണ്ട്? 3 ടയറുണ്ട്. അപ്പോൾ ഓട്ടോ ന്യൂട്രോ, അപ്പോൾ ന്യൂട്രോഫിൽ, അങ്ങനെ ആലോചിക്കാം. ഓട്ടോ ന്യൂട്രോ, ഓട്ടോ റിക്ഷ, ന്യൂട്രോ റിക്ഷ, അങ്ങനെ ഓട്ടോ ന്യൂട്രോ കണക്ട് ചെയ്യുക. ഓട്ടോറിക്ഷയ്ക്ക് 3 ടയർ, അപ്പോൾ 3 ഉണ്ടകൾ ന്യൂട്രോഫിൽ. പിന്നെ ഇതാ ഇത് നോക്കൂ, 2 ഉണ്ടകളല്ലേ? ഇതിൻ്റെ പേരാണ് എന്ത്? ഈസിനോഫിൽ. അപ്പോൾ 2 ഉണ്ടുള്ള ഒരു സാധനമാണ് എന്താ? ഡമ്പൽ നമ്മളിങ്ങനെ ഈസി എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ കിട്ടി 2 ഉണ്ടകൾ ഉണ്ടെങ്കിൽ എന്താണ്? ഈസിനോഫിൽ.
വലിയ പണിയുണ്ടോ? സിമ്പിൾ അല്ലേ? ഓക്കെ. എന്നാൽ ഒറ്റ ഉണ്ടാണെങ്കിലോ, ഒറ്റ ഉണ്ട അവൻ ഒറ്റക്കായിരുന്നു, മോൺസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് മോണോസൈറ്റ്. ഓക്കെ, ഒറ്റ ഉണ്ടായത് കൊണ്ട് എന്താണ്, അവൻ ഒറ്റക്കാണ്, മോൺസ്റ്റർ ആണ്, അപ്പോൾ മോണോസൈറ്റ്. പിന്നെ ഉണ്ടകളൊന്നുമില്ലാത്തതായിരിക്കും ആര്? ബേസോഫിൽ. കാരണം ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടാൻ വലിയ പണിയുണ്ടോ? രണ്ടുണ്ടുള്ളത് ഈസിനോഫിൽ, മൂന്നുണ്ടുള്ളത് ന്യൂട്രോഫിൽ, ഒരുണ്ടുള്ളത് മോണോസൈറ്റ്. അപ്പോൾ പിന്നെ ഒന്നും ഇല്ലാത്തത് ഏതായിരിക്കും? ബേസോഫിൽ. വലിയ പണിയില്ല. പിന്നെ ഈ ചിത്രം വളരെ സിമ്പിളാണ്. പാത്തോജൻ ഇങ്ങനെ വരുന്നു, പാത്തോജനെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? എൻഗൾഫ് ചെയ്യുന്നു. എന്നിട്ട് വേറെ ആരൊക്കെ വന്നിട്ട് ആ പാത്തോജനെ കൊല്ലുന്നു. ആ പരിപാടിയാണ് എന്ത്? ഫാഗോസൈറ്റോസിസ്, വിഴുങ്ങൽ പ്രതികരണം. അപ്പോൾ ഇതെന്താണ്? ഫാഗോസൈറ്റോസിൻ്റെ പിക്ചറാണ്. ഈ പിക്ചർ തന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കും, പറയണം ഫാഗോസൈറ്റോസിസ്. പിന്നെ നോക്കൂ, ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വീങ്ങിക്കണു. ഇവിടെ ഒക്കെ ഏകദേശം ഒരേ ഹൈറ്റാണ്, പക്ഷെ ഇവിടെ ഹൈറ്റാണ് കൂടും. ഇത് വീങ്ങിയതാണ്. അതാണ് വീങ്ങൽ പ്രതികരണം അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് ഈ പിക്ചറാണ്. ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, രക്തം കട്ട പിടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കൽ എന്ന് പറയുന്നൊരു പ്രതികരണ പ്രവർത്തനത്തിൻ്റെ പിക്ചറാണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെ ഓർത്ത് വെക്കുമെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് പ്രകാരം ഞാനിതൊക്കെയാണ് എങ്ങനെയാണ് ഓർത്ത് വെക്കാന്ന് ചോദിച്ചാൽ, ഇവിടെ കണ്ടോ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണ്? ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ആണ്. ഞാൻ അങ്ങനെ ഓർത്ത് വെക്കുക, കാരണം എനിക്ക് വേറൊരു നാക്ക് കിട്ടണില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ രീതിയിൽ ഓർത്ത് വെച്ചോളി. പക്ഷേ ഇത് സിമ്പിൾ അല്ലേ? നക്ഷത്രങ്ങൾ പിക്ചറിൽ ഉണ്ടെങ്കിൽ അതെന്താണ്? ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, രക്തം കട്ട പിടിക്കലാണ്. സിമ്പിൾ. പിന്നെ അടുത്തത് ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്ത് ആണ്. വളരെ സിമ്പിളാണ്. ഇത് നോർമൽ സെല്ലുകൾ. ഇവിടെ ഒരു ക്യാൻസർ സെൽ ഉണ്ട്. ക്യാൻസർ സെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിങ്ങനെ എന്ത് ചെയ്യും? അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എണ്ണം കൂടും. കറക്റ്റ് അല്ലേ? അടുത്ത പിക്ചറിൽ കണ്ടോ, ഈ ചുവപ്പ് സെൽസ് ഇഷ്ടം പോലെ ആയി. അത് തന്നെയാണ് എന്ത്? ക്യാൻസർ സെൽ ഗ്രോത്ത്, ക്യാൻസർ കോശത്തിൻ്റെ വളർച്ച. ഓക്കെ, പിന്നെ ഇത് ഏത് രോഗത്തിനെ എന്താണ് മെൻഷൻ ചെയ്യുന്നു? ഇത് ഏത് രോഗത്തിനെ മെൻഷൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? സിമ്പിളാണ്. ഇവിടെ അരിവാൾ പോലെ വളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും? അരിവാൾ രോഗമായിരിക്കും, സിക്കിൾ സെൽ അനീമിയ ആയിരിക്കും. പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, അരിവാൾ പോലെ വളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രോഗമായിരിക്കും? സിക്കിൾ സെൽ അനീമിയാണ്, സിക്കിൾ സെൽ അനീമിയ. എന്നാൽ ഈ രണ്ടാമത്തെ പിക്ചറിൽ ഇവിടെ നോക്കൂ, ഇവിടുന്ന് ഈ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ബ്ലഡ് വരുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും കുറച്ചു നേരം കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും നോർമൽ കേസിൽ. പക്ഷേ ഇവിടെ നോക്കൂ, ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട്, കുറച്ചു നേരം കഴിഞ്ഞാൽ ക്ലോട്ട് ചെയ്യാതെ പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കുന്നില്ല, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ എന്ത് വിളിക്കും? ഹീമോഫീലിയ എന്ന് വിളിക്കും. എന്ത് ഫീലിയ? ഹീമോഫീലിയ. ഓക്കെ അല്ലേ? പിന്നെ ഇത് നമ്മളെ ഹോസ്പിറ്റലിലുള്ള ചില ഇൻസ്ട്രുമെൻസ് ആണ്. ഈ ഇൻസ്ട്രുമെൻസും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ഇവനാണെന്ത്? അൾട്രാസൗണ്ട് സ്കാനർ. ഓക്കെ, യു എസ് സ്കാനറാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആദ്യം നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളത് ഒന്ന് ഈ സാധനം സ്റ്റെതസ്കോപ്പ്, വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇവൻ തെർമോമീറ്റർ, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ, പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള തെർമോമീറ്റർ. പിന്നെ ഇത് ഡിജിറ്റൽ BP അപ്പാരറ്റസ്, ഡിജിറ്റലായിട്ട് ബ്ലഡ് പ്രഷർ നോക്കാൻ പറ്റുന്ന സാധനം. ഓക്കെ, പിന്നെ ഇത് സ്വിഗ്മോ മാനോമീറ്റർ, ബ്ലഡ് പ്രഷർ അളക്കുന്ന ഒരു സാധനമാണ് സ്വിഗ്മോ മാനോമീറ്റർ. പിന്നെ ഇതാണെന്ത്? ECG എടുക്കുന്ന മെഷീൻ. എന്തിൻ്റെ മെഷീൻ? ECGൻ്റെ മെഷീൻ ആട്ടോ. ECG കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷീനാണ്. ഓക്കെ, അപ്പോൾ അതും കിട്ടി. പിന്നെ ഇതെത്താണ്? ഇത് ഓക്സിമീറ്റർ ആണ്, പൾസ് ഓക്സിമീറ്റർ. അപ്പോൾ ഇവിടെ താഴെ എല്ലാവരും കിട്ടി. ഇത് സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ, പിന്നെ ഡിജിറ്റൽ BP അപ്പാരറ്റസ്, പിന്നെ ECG കാൽക്കുലേറ്റിംഗ് മെഷീൻ, പിന്നെ ഇവനെന്താണ്? നമ്മുടെ സ്വിഗ്മോ മാനോമീറ്റർ, ഇത് പൾസ് ഓക്സിമീറ്റർ. ഈ മുകളിലുള്ള ഈ മൂന്നാളുകളിൽ ഈ സ്ക്രീനുള്ളത് എന്താണ്? അൾട്രാസൗണ്ട് സ്കാനർ. പിന്നെ ഇവിടെ കണ്ടോ കുറച്ച് റേഡിയേഷൻസ് ഒക്കെ വരുന്ന പോലുള്ള ആ ഒരു പിക്ചർ ആണെങ്കിൽ ഇത് MRI സ്കാനർ. ഇതെന്താണ്? MRI സ്കാനർ. എന്നാൽ ഇവിടെ വലിയൊരു ഓട്ടമുള്ളതാണ് എന്ത്? CT സ്കാനർ. ഓക്കെ, അപ്പോൾ വലിയ ഓട്ടമുള്ളത് ഏതാണ്? CT സ്കാനർ. സ്ക്രീനുള്ളത് ഏതാണ്? അൾട്രാസൗണ്ട് സ്കാനർ. പിന്നെ ഈ ഒരു റേഡിയേഷനൊക്കെ വരുന്ന പോലുള്ള ആ ഒരു സാധനമാണ് എന്ത്? MRI സ്കാനർ. അപ്പോൾ എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ, ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, ബയോളജി ആൻഡ് ടെക്നോളജി. ഇതിന് ഫസ്റ്റ് ഈ ഒരു പിക്ചർ തന്നിട്ട് ഇതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ചോദിച്ചാൽ, റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ RDNA ടെക്നോളജിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പിക്ചറാണ് ഇത്. ഓക്കെ അല്ലേ? ഇത് ഹ്യൂമൻ DNA ആണ്. ഇതൊരു ബാക്ടീരിയൻ്റെ പ്ലാസ്മിഡാണ്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കും, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഒട്ടിച്ച് വെക്കും. എന്നിട്ട് ഒട്ടിച്ച് ചെയ്തിട്ട് വീണ്ടും അത് ബാക്ടീരിയൻ്റെ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്യും. ഇതാണ് സെറ്റപ്പ്. പക്ഷേ ഈ ചിത്രം മൊത്തത്തിൽ തരാണെങ്കിൽ ഇത് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എന്ന് പറയണം. എന്നാൽ ഈ ചിത്രം മൊത്തത്തിൽ തരാണെങ്കിൽ ഇത് CRISPR-Cas9 ടെക്നോളജി എന്ന് പറയണം. എന്ത് ടെക്നോളജി? CRISPR-Cas9 ടെക്നോളജി എന്ന് പറയണം. ഈ CRISPR-Cas9 ടെക്നോളജിയിൽ തന്നെ ഈ ഷെയ്ഡഡ് പോർഷൻ ഉണ്ടല്ലോ, ഷെയ്ഡ് ചെയ്ത പോർഷൻ,
അതാണ് കാസ്നേൺ എൻസൈം. പിന്നെ ഈ ജി തലതിരിച്ചിട്ട പോലെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് GRNA. എന്താണ് GRNA. പിന്നെ ഇതാണ് എന്ത് ടാർഗറ്റ് RNA. ഇത് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം മോഡൽ എക്സാമിനും ഇത് ചോദിച്ചതാണ്. പിന്നെ ഓരോ പബ്ലിക്കേഷൻസ് ഇറക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ കാസ്നയാണ്, പിന്നെ ഈ ജി തലതിരിച്ചിട്ടത് GRNA, പിന്നെ ഇത് ടാർഗറ്റ് DNA. ഓക്കെ അല്ലേ, അതും കഴിഞ്ഞു. പിന്നെ ഇതെന്താണ്? ഇത് എന്തോ ബ്ലഡ് സെൽസിനൊക്കെ എടുത്തുകൊണ്ട് എന്തോ കൾച്ചർ ചെയ്യുന്ന എന്തോ ഒരു സെറ്റപ്പാണ്. അതെന്തോ ഒരു തെറാപ്പിയാണ്. എന്ത് തെറാപ്പി? ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? സ്റ്റെം സെൽ തെറാപ്പി. എന്ത് തെറാപ്പി? സ്റ്റെം സെൽ തെറാപ്പി അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. പിന്നെ ഇതെന്തിൻ്റെ ലോഗമാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. HMPA. അപ്പോൾ ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്. സിമ്പിൾ അല്ലേ? ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്, HMPA. ഓക്കെ, അപ്പോൾ അതും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ നമ്മുടെ ബയോളജിയിലെ 6 ചാപ്റ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് ഡയഗ്രാംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക, എല്ലാവരും അറിയട്ടെ. കാരണം ഇതിൽ നിന്ന് ജയിക്കാനുള്ള മാർക്ക് എന്തായാലും കിട്ടും. ചില ആൾക്കാർ ഒന്നും പഠിക്കാതെ അങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ നിങ്ങൾ എന്തായാലും അതിന് അയച്ചു കൊടുക്കുക. കാരണം ഇത് മാത്രം നോക്കി കഴിഞ്ഞാൽ രണ്ട് ക്വസ്റ്റ്യനൊക്കെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾ എന്തായാലും പാസ്സാവും. കാരണം നിങ്ങൾക്ക് C മാർക്ക് ഫുൾ കിട്ടും. ഒരു 5-6 മാർക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പാസ്സാവും. അപ്പം അങ്ങനത്തെ ഇത് ഉപകരിക്കപ്പെടും, എല്ലാവർക്കും ഉപകരിക്കപ്പെടും. സോ ഇത് വെച്ചിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് മിന്നിച്ച് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും അറക്കലിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും സ്നേഹാത്മകമായ നന്ദികൾ രേഖപ്പെടുത്തുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഒരു അഡ്വാൻസ് ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ.